എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ജലദോഷവും നീരിറക്കവും അതേപോലെ തന്നെ തലയിൽ എന്തെങ്കിലും യൂസ് ചെയ്ത പെട്ടെന്ന് വയ്യായൊക്കെ വരുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു ഹെയർ കെയർ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ്. നിങ്ങൾക്ക് ഇതിൽ ഇൻഗ്രീഡിയൻസ് തിരഞ്ഞിട്ട് വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന പൊടിക്കൈകൾ വെച്ചിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തലയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല കരുത്തോടെ വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ കെയർ മെത്തേഡാണ്. നമ്മുടെ ചാനലിൽ പണ്ട് മുതലേ നമ്മൾ പറയുന്നതാണ്, നമ്മുടെ ഉള്ള ഹെയർ നമ്മളൊന്ന് ഹെൽത്തി ആയിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അല്ലെങ്കിൽ മുടിയുടെ ആരോഗ്യം എപ്പോഴും നമ്മൾ ആ ഒരു പഴയ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക. അതിന് നമ്മൾ ഇങ്ങനെയുള്ള പുറമെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഹെയർ കെയർ മെത്തേഡുകൾ ഉപയോഗിക്കുക. ഫുഡും നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു തലയിൽ തേക്കാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ മെത്തേഡാണ്. ഇത് തലയിൽ ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 10-5 മിനിറ്റ് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് തേക്കുമ്പോൾ തലയിൽ മുടിയൊക്കെ നന്നായി വേറെടുത്ത് വൃത്തിയാക്കി തലയിൽ ജസ്റ്റ് തുള്ളി എണ്ണയൊക്കെ തൊട്ട് വരട്ടിയിട്ട് വേണം നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ വൃത്തിയുള്ള ഒരു പാത്രം എടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില, ഒരു 3-4 തണ്ട് കറിവേപ്പിലയാണ് നമുക്കിവിടെ ആവശ്യമുള്ളൂ. ആ കറിവേപ്പില എടുക്കുമ്പോൾ വീട്ടിൽ നിന്ന് പൊട്ടിച്ചതാണെങ്കിലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിലും നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന്ന് ഓരോ തണ്ടിൽ നമ്മൾ ഇല ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ പാത്രത്തിലോട്ടിട്ടു. അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ഉലുവ, അത് വറുത്തതൊന്നല്ല, സാധാ പച്ച ഉലുവ തന്നെയാണ്. അത് ഞാൻ 1 സ്പൂണ് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ 2 ആൾക്കൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ ഇരട്ടി ഇൻഗ്രീഡിയൻസ് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഞാനത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ വെട്ടി തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സത്തൊക്കെ നമ്മുടെ ആ വെള്ളത്തിലോട്ട് അത് ചേർന്ന് പിടിക്കും. അതായത് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വരും. നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായി മാറി വരും. അതേപോലെ തന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ കളർ നന്നായിട്ട് മാറി വരും. നമ്മുടെ ഉലുവ ഏകദേശം ഇങ്ങനെ പൊട്ടി അങ്ങനെ വെന്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് അറിയും ആ ഒരു സമയത്ത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം. ചൂടാറാൻ വേണ്ടി വെക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പാത്രത്തിൽ തന്നെ ആ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് തന്നെ ചൂടാറാൻ വെക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ അതിൻ്റെ ആ ഒരു സത്തൊക്കെ അതിലേക്ക് പിടിച്ച് കിട്ടും. നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ചൂടാക്കി എടുക്കേണ്ടത്. പെട്ടെന്ന് ചൂടാറി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ തലയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് മുടിയൊക്കെ നന്നായിട്ടൊന്ന് വേറെടുത്തി കൊടുക്കുക. എല്ലാ കെട്ടും കളഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ഹെയർ കെയർ മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഹെയർ കെയർ മസാജിലൂടെയും അതേപോലെ തന്നെ ഈ ഒരു എണ്ണ തേക്കലിലൂടെയും മുടി വേറെടുക്കുന്നതിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയോട്ടിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മൾ ഡെഡ് സെല്ലുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് ഇളകി പോരാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുത്ത് എണ്ണയൊക്കെ തൊട്ട് വരട്ടി കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലയോട് എപ്പോഴും ഡെഡ് സെല്ലുകൾ കൂടുതൽ അടിഞ്ഞുകൂടാതെ എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കാൻ സാധിക്കും. അതേപോലെ തന്നെ താരൻ്റെ പ്രശ്നം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. മുടിയുടെ ഡാമേജുകൾ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഡെയിലി ഹെയർ കെയർ മെത്തേഡ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റം നമ്മുടെ ഹെയറിൽ വരുത്താൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. പ്രായഭേദമന്യേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ജെൻസിന് ഇത് യൂസ് ചെയ്യാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരുപാട് നേരമൊന്നും തലയിൽ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റോളം നിങ്ങൾ ഇരുന്നാൽ മതി. എന്നിട്ട് നോർമൽ പച്ചവെള്ളത്തിൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ മെത്തേഡാണിത്. ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ജെൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ കെയർ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ കെയർ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.